ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2025 എല്ലാവിധ അപ്ഡേറ്റുകളും ഇതുവരെയും ഡേ ബൈ ഡേ നിങ്ങളുടെ മുന്നിലേക്ക് ലൈവായിട്ടും ലോങ് വീഡിയോസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവസാന ഘട്ടത്തെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ല കോളേജുകൾ കിട്ടിയിട്ടുണ്ടാകാം. മറ്റു ചിലർ ഇപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ലാതെ പുതിയ അലോട്ട്മെന്റിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചിരിക്കുന്നവരാകും. ആരൊക്കെ തന്നെയാണ് എങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായും കാണുക. ഇത് നിങ്ങൾക്കുള്ളതാണ്. മറ്റൊന്നുമല്ല, കീം 2025 വളരെയധികം വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന ഹാപ്പി അപ്ഡേറ്റ് തന്നെയാണ്. കാരണം നമ്മൾ എല്ലാവരും കാത്തിരുന്നതാണ്, ഇനി അങ്ങോട്ട് അഡ്മിഷനുകൾ ഉണ്ടാകുമോ, ഇനി അങ്ങോട്ട് പുതിയ ഫീസ് അലോട്ട്മെന്റുകൾ ഉണ്ടാകുമോ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് 2024 ഒരു തനി ആവർത്തനമാണ് 2025. നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത്തവണ ന്യൂ ഫ്രഷ് ഓപ്ഷൻ രജിസ്ട്രേഷൻ തേർഡ് അലോട്ട്മെന്റ് ഉണ്ടാകുമെന്ന് ഇപ്പോഴിറങ്ങിയ നോട്ടിഫിക്കേഷൻ വഴി വ്യക്തമായിരിക്കുന്നു. അത് ആർക്കൊക്കെ ഗുണകരമാണ്, നിങ്ങൾക്ക് എങ്ങനെ അഡ്മിഷനെ വളരെ ഗുണകരമായിട്ട് ബാധിക്കുമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ സ്പോട്ട് അഡ്മിഷന്റെ സാധ്യതകൾ കൂടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ രണ്ട് ടോപ്പിക്കും നമ്മുടെ ലൈവ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇടയിൽ അവരുടെ സംശയങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് ലൈവിനിടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു തന്നെയാണ്. പക്ഷെ ആരെങ്കിലും മിസ്സാക്കിയിട്ടുണ്ട് എങ്കിൽ, ആർക്കെങ്കിലും ഇനിയും അറിയാൻ ആഗ്രഹമുണ്ട് എന്ന ഒരു ചിന്തയിലാണ് പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ പല കോളേജുകളിലും പോയി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകാം. അതിൽ ചിലർക്ക് സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കാം, മുകളിലോട്ട് സ്റ്റിൽ ഓപ്ഷൻസ് ഉണ്ടാകാം. മറ്റു ചിലരെന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാത്തവരായിരിക്കാം, പുതിയ കോളേജിന് വേണ്ടി ഇപ്പോഴും ട്രൈ ചെയ്യുന്നവരായിരിക്കാം. ഇവർക്കെല്ലാം മുന്നിലുള്ള ഒരു ഓപ്ഷനാണ് തേർഡ് അലോട്ട്മെന്റ്. അപ്പോൾ അവിടെ പുതുതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ ചില ലിമിറ്റേഷൻസ് എന്തായാലും ഉണ്ടാകാം. അത് പുതിയ നോട്ടിഫിക്കേഷൻ വഴി മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പുതുതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചോയ്സുകൾ, അത് നിങ്ങൾക്ക് പല സ്റ്റഡി നടത്താം. ഇപ്പോൾ വെച്ച ചോയ്സുകൾ തന്നെ വീണ്ടും ആവർത്തിക്കാതിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ലാസ്റ്റ് റാങ്ക് അനാലിസിസ് നടത്തി കിട്ടുമെന്ന് ഉറപ്പുള്ള കുറച്ചുകൂടി ബെറ്റർ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഈ രീതിയിലെല്ലാം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വേക്കൻറ്റ് സീറ്റുകൾക്ക് അനുസരിച്ച് നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ റിസർവേഷനും ഒക്കെ അനുസരിച്ച് തേർഡ് അലോട്ട്മെന്റ് വിളിക്കുന്നു. അതിൽ നിങ്ങൾക്ക് പോയി അഡ്മിഷൻ എടുക്കാം. സെക്കൻഡിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തേർഡ് വേണമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന സ്പോട്ട് അഡ്മിഷൻ, അത് ഇത്തവണയും സെൻട്രലൈസ്ഡ് തന്നെയായിരിക്കും. അതാത് കോളേജുകളുടെ, പ്രത്യേകിച്ച് 9ഓളം വരുന്ന ഗവൺമെന്റ് കോളേജുകളുടെ വേക്കൻസി ഒരു കോളേജ് വെബ്സൈറ്റ് വഴി പബ്ലിഷ് ചെയ്യുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് അതാത് സെന്ററുകളിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷം എടുക്കുകയാണെങ്കിൽ GEC തൃശ്ശൂരായിരുന്നു, അതുപോലെ ഇത്തവണ ഒരു സെന്റർ പറയും. അവിടെ നിങ്ങൾക്ക് ഹാജരായിക്കൊണ്ട് സ്പോട്ട് അഡ്മിഷന് അപേക്ഷിക്കാം. അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ചോയ്സ് ഉണ്ട്. നിലവിൽ ലഭിച്ച കോളേജ് റദ്ദാക്കിക്കൊണ്ട് സ്പോട്ടിന് പോകണമോ അല്ലെ അത് തന്നെ റിട്ടൈൻ ചെയ്യണോ എന്ന്. ഇത്തരത്തിൽ അഡ്മിഷൻ അവസാന സമയം വരെയും നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു. 2025 കീം അഡ്മിഷന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. അതെല്ലാം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു നടപടികളും നമ്മുടെ കീമിന്റെ CE അതോറിറ്റിയിൽ നിന്ന് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ബൈ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കോട് കൂടി KTUവിന്റെ BTech ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് ബോധ്യമാകും. സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന പലർക്കും ആ ഒരു സമയത്ത് ഹാപ്പി തന്നെയായിരിക്കും. നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി കൂടി ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാൻ ഞങ്ങൾ ബാക്കായിട്ട് ആക്റ്റീവായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. ടാറ്റ.